സംസ്ഥാന രജിസ്ട്രേഷൻ വകുപ്പിന്റെ പ്രഥമ രജിസ്ട്രേഷൻ ദിനാചരണം അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ വികസനത്തിനുള്ള പണം ആ രംഗത്ത് തന്നെ ചിലവഴിക്കപ്പെടണമെന്നും അഴിമതിക്കെതിരെയുള്ള നിലപാട് ഒഴിച്ചുകൂടാനാവാത്തതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പഴയ കാലത്ത് എല്ലാവർക്കും അറിയാവുന്നൊരു യാഥാർത്ഥ്യമുണ്ടായിരുന്നു. ചില പോസ്റ്റുകളിൽ നിയമനം കിട്ടുന്നതിന് ഉദ്യോഗസ്ഥര് അതിൻ്റെ ഭാഗമായി നിയമനം നൽകാൻ പറ്റുന്നവർക്ക് പണം കൊടുക്കുന്ന രീതിയുണ്ടായിരുന്നു. വ്യാപകമായ അഴിമതി പല മേഖലകളിൽ നിന്നിരുന്നു. കേരളത്തിലെ ഇന്നത്തെ എല്ലാ ഓഫീസുകളും, രജിസ്ട്രേഷൻ വകുപ്പ് മാത്രമല്ല, എല്ലാ ഓഫീസുകളും പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരിടത്ത് പോസ്റ്റിംഗ് കിട്ടുന്നതിന് വേണ്ടി ആർക്കെങ്കിലും കൈക്കൂലി കൊടുക്കേണ്ടി വരിക എന്ന ഒരു ദുരനുഭവം ഇക്കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ്. ഇപ്പോ നമ്മുടെ കേരളവും മറ്റ് രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളും തമ്മിൽ ചില കാര്യങ്ങളിൽ വലിയ വ്യത്യാസം നിലനിൽക്കുന്നു. ഇവിടെ ഒരു പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി ടെൻഡർ ചെയ്താൽ ആ ടെൻഡറിൽ പങ്കെടുത്ത് ആ പദ്ധതി കൈവശപ്പെടുത്താൻ സാധാരണ ഒരു മത്സരം നടക്കും. മാനദണ്ഡമനുസരിച്ച് ആർക്കാണോ, ഏത് സ്ഥാപനത്തിനാണോ അർഹത ലഭിക്കുന്നത് അവർക്ക് ആ പദ്ധതി നടത്താനുള്ള ചുമതല കിട്ടും. എന്നാൽ രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും അംഗീകൃതമായ ചില സമ്പ്രദായങ്ങളുണ്ട്. ആ പദ്ധതിയുടെ മൊത്തം ചെലവായി വരുന്ന തുക എത്രയാണോ ആ എസ്റ്റിമേറ്റ് തുകയുടെ ഒരു നിശ്ചിത ശതമാനം ചില കേന്ദ്രങ്ങളിൽ അവർ കൊടുക്കണം. അത് അലിഖിതമായ നിയമമാണ്. ഇത് രഹസ്യമായ കാര്യമൊന്നുമല്ല, നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോ കൃത്യമായ അഴിമതി ഭരണത്തിലൂടെ എങ്ങനെ അഴിമതി നടത്താം, അങ്ങനെയാണല്ലോ പഞ്ചമണിപ്പാലം എന്നൊക്കെ വിളിച്ച ചില പാലങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ തകർന്നു വീഴുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിക്ഷേപിക്കേണ്ട, ആ പദ്ധതിയിൽ നിക്ഷേപിക്കേണ്ട പണം പൂർണ്ണമായിട്ട് പദ്ധതിക്ക് ചെലവഴിക്കില്ല. അതിൻ്റെ ഒരു ഭാഗം പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മറ്റു ചിലരുടെ കയ്യിലെത്തി. ഇത് പദ്ധതി ഏറ്റെടുത്തിയ ആൾക്ക് വല്ലാത്തൊരു ബലം നൽകുക. നല്ല ബലമല്ല കേട്ടോ, തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള കരുത്ത് കിട്ടുക. അപ്പോൾ ആ പദ്ധതിക്ക് ചെലവഴിക്കേണ്ട പണം
ബാക്കിയുള്ളതും ഇവർ ചെലവഴിക്കില്ല. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും കൂടി അനുഭവമാണ്, കേരളത്തിലും നിലനിർത്തിയ അനുഭവമായി. ഇപ്പോ എത്രയാണോ പദ്ധതിയുടെ മൊത്തം തുക, ആ തുകയാകെ അവിടെ ചെലവഴിക്കാൻ പറ്റും. ആർക്കും ഭരണവുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്രത്തിനും അതിൻ്റെതായ വിഹിതം കൊടുക്കേണ്ടതായിട്ടില്ല. ഇത് കേരളത്തിന് മാത്രം അവകാശപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ. ആ നിലയിലുള്ള സുതാര്യത ഇവിടെ നിലനിർത്തുന്നു. അഴിമതി ഏതെല്ലാം തരത്തിലാണ് തുടച്ചു നീക്കാൻ കഴിഞ്ഞത് എന്നതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള ചില ഉദാഹരണങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വി ശിവദാസൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി. രജിസ്ട്രേഷൻ വകുപ്പ് ഇൻസ്പെക്ടർ ജനറൽ K. മീറ, നികുതി വകുപ്പ് അഡീഷണൽ സെക്രട്ടറി MV പ്രമോദ് തുടങ്ങിയവർ സംബന്ധിച്ചു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.